ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 3, ശ്ലോക 6. ഭവദ്ഭക്തിഃ താവത് പ്രമുഖ മധുരാ ത്വദ്ഗുണരസാത് കിം അപി ആരൂഢാ ചേത് അഖില പരിതാപ പ്രശമനീ പുനഃ ച അന്തേ സ്വാന്തേ വിമല പരിബോധോദയമിളൻ മഹാ ആനന്ദ അദ്വൈതം ദിശതി കിം അതഃ പ്രാർത്ഥ്യം അപരം. ഭവത് ഭഗവാനിൽ ഭക്തിഹി ഭക്തിയുള്ളതായിട്ടുള്ളത്, താവത് ഭഗവാന്റെ പ്രമുഖ തുടക്കത്തിൽ തന്നെ, മധുര മാധുര്യമേറിയത്, ത്വത് ഭഗവാന്റെ ഗുണ സാത്വിക ഗുണത്തോടു കൂടിയത്, രസാദ് അമൃതമാകുന്ന രസത്തെ കലർന്നിട്ടുള്ളത്, കിം എന്തിന്, അപി ആ ഭക്തി, ആരൂഢ വളരെയധികം വളർന്നുയരുന്നത്, ചേത് മനസ്സിൽ, അഖില ലോകത്തിൽ, പരിതാപ ദുഃഖത്തെ, പ്രശമനി ഇല്ലാതാക്കുന്നത്, പുനഃ വീണ്ടും, ച കഴിഞ്ഞത്, അന്തേ അവസാനം, സ്വാന്തേ സ്വന്തം മനസ്സിൽ, വിമല പവിത്രമായത്, പരിബോധദയം ജ്ഞാനോദയം ഉദിക്കുന്നത്, ഇളൻ ചേർന്നിട്ടുള്ളത്, മഹാ ആനന്ദം പരമാനന്ദത്തെ നൽകുന്നത്, അദ്വൈതം ഐക്യഭാവം, ദ്വൈതമല്ലാത്തത് രണ്ടല്ല ഒന്നാണെന്നുള്ള ചിന്ത, ദിശതി പ്രദാനം ചെയ്യുന്നത്, കിം എന്തിന്, അധഃ അതുകൊണ്ട്, പ്രാർത്ഥ്യം പ്രാർത്ഥന, അപരം അതല്ലാതെ. ഭവദ്ഭക്തിസ്താവത് പ്രമുഖ മധുരാ ത്വദ്ഗുണരസാത് കിമപര്യാരൂഢാ ചേത് അഖില പരിതാപ പ്രശമനീം പുനശ്ചാന്തേ സ്വാന്തേ വിമല പരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം ദിശതി കിമത പ്രാർത്ഥ്യമപരം. ഭഗവാനോടുള്ള ആ ഒരു പരമാനന്ദത്തെ തരുന്ന ആ ഭക്തി തുടക്കത്തിൽ വളരെ മാധുര്യമായിട്ടുള്ളത്, അത് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയും പിന്നീട് ഭഗവാന്റെ ആ സാത്വിക ഗുണം നമ്മളിലും പതുക്കെ പതുക്കെ അത് നമ്മളിൽ ചേരുന്നതുമാണ്. അത് ഒരു അമൃതത്തെ പോലെ അത് നമ്മുടെ മനസ്സിൽ മാത്രമല്ല, നമ്മുടെ ചുറ്റുള്ളവരിൽ അതിൽ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ആ ഭക്തി വളരെയധികം വളർന്നു വലുതായി ലോകത്തിൽ തന്നെ എല്ലാ ദുഃഖത്തെയും മാറ്റുവാൻ ശക്തിയുള്ളതാകുന്നു. അത് അവസാനം സ്വന്തം മനസ്സിന് പവിത്രത നൽകുന്നു. അതായത് മനസ്സിൽ ജ്ഞാനോദയം ഉണ്ടാവുകയും പരമാനന്ദം ലഭിക്കുകയും, രണ്ടല്ല, ഞാനായാലും ഭഗവാനായാലും ഭഗവാൻ തന്നെയാണ് എൻ്റെ മനസ്സിൽ ഉണ്ട് എന്ന ചിന്ത ഉണരുകയും ആ ഐക്യഭാവം പ്രദാനം ചെയ്യുകയും മനസ്സിൽ ഒരു മുക്തി ലഭിക്കുവാനുള്ള ആഗ്രഹം വളരുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന അതല്ലാതെ വേറെ ഒന്നും തന്നെ നമുക്ക് ഗുണം ചെയ്യുകയില്ല. അതുമാത്രവുമല്ല, നമ്മുടെ മനസ്സിലെ ശരീരത്തിലെ എല്ലാ രോഗങ്ങളെയും മാറ്റിത്തരുവാൻ ഇതിന് ശക്തിയുണ്ട്. ഈ നമ്മുടെ മനസ്സിലെ ദുഃഖം, ശരീരത്തിലെ ആ ഒരു തളർച്ച എല്ലാം തന്നെ ഈ ഒരു ഭക്തി മൂലം മാറ്റുവാൻ സാധിക്കുന്നതാണ്. ആ ഒരു ഭക്തി എന്നിൽ ഉണ്ടാകണം. അതായത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഭക്തിയോടുകൂടി ഭഗവാനെ, ആ പാദത്തെ ഒന്ന് നമസ്കരിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തന്നെ ഈ ജന്മജന്മാന്തരത്തെ എല്ലാ പാപങ്ങളും എനിക്ക് ഇല്ലാതാക്കുവാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. താങ്ക് യു.